കോനിക്കരയ്ക്കും മണ്ണാവിനും ഇടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പാടം മാലിന്യം തള്ളി നികത്തിയ സംഭവത്തിൽ മന്ത്രി കെ രാജൻ സ്ഥലത്ത് സന്ദർശനം നടത്തി. പാടത്തെ മാലിന്യം പ്രദേശത്തെ തോടുവഴി മണലിപ്പുഴയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ADM മുരളി, കെ രാമേന്ദ്രൻ MLA, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കൃഷി ഓഫീസർമാർ എന്നിവരും സ്ഥലത്തെത്തി. വെള്ളിയാഴ്ച രാത്രിയാണ് ടോറസ് ലോറിയിൽ മാലിന്യം തള്ളിയത്. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് വാഹനം തടയുകയായിരുന്നു. ഇടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കാണുന്നത്. അതിൽ ഇടിപ്പിക്കൽ, ഇപ്പോൾ തണ്ണീർത്തടം നെൽവയൽ തണ്ണീർത്തട നിയമം അനുസരിച്ച് തണ്ണീർത്തടമായി കിടക്കുന്നൊരു സ്ഥലം അനുവാദമില്ലാതെ മൂടിയാൽ അത് തിരിച്ചെടുക്കാൻ നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം അധികാരമുണ്ട്. പക്ഷെ അതിൽ നിൽക്കുന്നതല്ല ഈ പ്രശ്നം. ഇത് കണ്ടിടത്തോളം വളരെ ആപൽക്കരമായ വിധത്തിൽ ഇപ്പോൾ ഞാനും MLAയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാം ചേർന്ന് ഈ സ്ഥലത്തിൻ്റെ പ്രാഥമികമായി ഇപ്പോൾ കണ്ടു. എന്നാൽ ഇതിനു മുമ്പ് ഇന്നലെ വൈകുന്നേരമാണ് പുത്തൂരിലെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ വിഷയം ശ്രദ്ധയപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ കളക്ടറും പോലീസുമായി ബന്ധപ്പെട്ടു. ഇന്നലെ 2 വാഹനങ്ങൾ പിടിച്ച് കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം കേവലം നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം നെൽവയലുകളോ തണ്ണീർത്തടങ്ങളോ നികത്താൻ പാടില്ല എന്ന് കർശനമായി തീരുമാനിച്ചൊരു നിയമം നിലനിൽക്കുന്ന സ്ഥലമാണിത്. അവിടെ നെൽവയലോ തണ്ണീർത്തടമോ നികത്തിയെന്ന് മാത്രമല്ല, ഇത് കുറച്ചുകൂടി ആധികാരികമായി പരിശോധിക്കേണ്ട ഒരു സംഭവമാണെന്നാണ് കണ്ടിട്ട് കാണുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്, ഇത് കേവലം മണ്ണ് മാത്രം കൊണ്ടിട്ട് മൂടിയിട്ടുള്ളതല്ല. അപകടകരമായിട്ടുള്ള എലമെൻറ്റ്സ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, അങ്ങനെ ഇട്ട് മൂടിയതിൻ്റെ താഴെ എന്തൊക്കെയാണുള്ളത് എന്ന് പറയാനാകില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ലാബുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ ഉൾപ്പെടെ ഇതിനകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. നമുക്കെല്ലാവർക്കും കാണാവുന്നത് പോലെ ഇതിൻ്റെ ഒരു അറ്റത്തേക്ക് പോകുമ്പോൾ വീണ്ടും ജലാശയത്തിലേക്ക്, അതുവഴി തോട്ടിലേക്ക്, തോട് വഴി മണലിപ്പുഴയിലേക്ക് പോകാവുന്ന വിധത്തിലുള്ള ഒരു അപകടകരമായിട്ടുള്ള നികത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം വളരെ അനിവാര്യമാണ്. എവിടെ നിന്നാണ് ഈ മണ്ണ് വന്നത്, ഈ മൂടപ്പെട്ടതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് താല്പര്യങ്ങളുള്ളത്, എന്താണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം, ഇതിൽ കേവലം മണ്ണല്ലാതെ മറ്റ് പാർട്ടിക്കിൾസ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പോലീസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, IPC 277, 269 പ്രകാരം കേസെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.